ടെക്സോണിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അണ്ടർ വാട്ടർ ഡ്രോൺ ബിൽഡ് ചെയ്യാൻ ആവശ്യമായ ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള BLDC മോട്ടറിനെ ഓർഡിനോ ആയിട്ട് ഇന്റർഫേസ് ചെയ്യുകയും ആ BLDC മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുകയും അതിന്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന BLDC മോട്ടർ ഇതാണ്. ഈ BLDC മോട്ടറാണ് നമ്മൾ ഓർഡിനോ ആയിട്ട് ഇന്റർഫേസ് ചെയ്യുന്നത്. നമ്മൾ BLDC മോട്ടർ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രധാനമായിട്ട് 3 വയർ നമുക്ക് കാണാൻ പറ്റും. ഒരു റെഡ് വയർ ഉണ്ടായിരിക്കും, ബ്ലാക്ക് വയർ ഉണ്ടായിരിക്കും, ഒരു ബ്ലൂ വയർ ഉണ്ടായിരിക്കും. ഈ വയേഴ്സ് നമുക്ക് ഡയറക്ട്ലി അർഡിനോ ആയിട്ട് ഇന്റർഫേസ് ചെയ്യാൻ പറ്റില്ല. അതിന് അർഡിനോയ്ക്കും ഈ മോട്ടറിനും ബെറ്റ്വീൻ ആയിട്ട് ഒരു മോട്ടർ കൺട്രോളർ നമ്മൾ യൂസ് ചെയ്യണം. ഒരു ESC മോഡ്യൂൾ യൂസ് ചെയ്യണം. ആ ESC മോഡ്യൂളിന്റെ ഹെൽപ്പോട് കൂടി മാത്രമേ ഈ ഒരു BLDC മോട്ടർ അർഡിനോ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അതിന്റെ ഒരു ഡയഗ്രത്തിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. BLDC മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഒരു ESC മോഡ്യൂളും അതുപോലെ ഒരു മൈക്രോ കൺട്രോളറുമാണ്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 30 ആംപിയറിന്റെ ESC മോഡ്യൂളും മൈക്രോ കൺട്രോളറായിട്ട് അർഡിനോ യൂണോയും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അണ്ടർ വാട്ടർ BLDC മോട്ടറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് അതിന്റെ ഒരു കൺട്രോളിങ്ങിന് വേണ്ടി ഒരു പൊട്ടൻഷ്യോമീറ്ററും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നു. പവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ബാറ്ററി സപ്ലൈ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ കണക്ഷനിലേക്ക് കിടക്കാം. ESC മോഡ്യൂൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് 2 സൈഡ് കാണാം. അതിന്റെ ഒരു സൈഡിൽ 3 വയേഴ്സ് കാണാം. 3 ഡിഫറെന്റ് കളറിലുള്ള 3 വയേഴ്സ് കാണാം. ആ വയർ കൊണ്ടാണ് BLDC മോട്ടറിന്റെ ഫേസുകൾ കൺട്രോൾ ചെയ്യുന്നത്. 3 ഫേസ് കൺട്രോൾ ചെയ്യാനാണ് ആ ഒരു 3 വയറുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ ആ വയേഴ്സ് BLDC മോട്ടറിന്റെ കറസ്പോണ്ടിങ് വയേഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ESC മോഡ്യൂളിന്റെ അടുത്തൊരു സൈഡ് നോക്കിയിട്ടുണ്ട്. അവിടെ 2 വയറുകൾ കാണാം. ഒരു റെഡും ഒരു ബ്ലാക്കും കാണാം. ESCനെ പവർ ചെയ്യാൻ വേണ്ടിയുള്ള വയേഴ്സ് ആണ്. റെഡ് എന്നത് +12 വോൾട്ട് അപ്ലൈ ചെയ്യുക, ബ്ലാക്ക് എന്നത് ഗ്രൗണ്ടും അപ്ലൈ ചെയ്യുക. ആ സെയിം സൈഡിൽ മറ്റു 3 വയറുകൾ കാണാം. ഒരു റെഡ്, ഗ്രേയും ഓറഞ്ച് കളറുള്ളത്. റെഡും ഗ്രേയും, റെഡ് എന്നത് 5 വോൾട്ടും ഗ്രേ ഗ്രൗണ്ടും ആണ്. അത് അർഡിനോയുടെ 5 വോൾട്ടിലും ഗ്രൗണ്ടിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ESC മോഡ്യൂളിൽ നിന്ന് തന്നെ അർഡിനോ പവർ ചെയ്യാൻ വേണ്ടിയുള്ള വോൾട്ടേജ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ESC മോഡ്യൂളിനകത്ത് ഒരു ഓറഞ്ച് വയറുണ്ട്. അത് ഒരു കൺട്രോൾ സിഗ്നൽ ആണ്. ആ കൺട്രോൾ സിഗ്നൽ മുഖേനയാണ് BLDC മോട്ടറിന്റെ സ്പീഡും അതിന്റെ കൺട്രോളിങ്ങും പ്രോപ്പർ ആയിട്ട് നടക്കുന്നത്. സോ ആ കൺട്രോൾ സിഗ്നൽ, ആ കൺട്രോളിംഗ് വയർ അർഡിനോയുടെ ഒരു PWM പിന്നിൽ കണക്ട് ചെയ്യാം. നമ്മളിവിടെ 9th പിന്നിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അർഡിനോയുടെ 9th പിന്നിൽ അത് PWM ആണ് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ കൺട്രോളിങ്ങിന് വേണ്ടി, സ്പീഡ് കൺട്രോളിങ്ങിന് വേണ്ടി ഒരു പോർട്ട് ഇട്ടിട്ടുണ്ട്, ഒരു പൊട്ടൻഷ്യോമീറ്റർ ഇട്ടിട്ടുണ്ട്. ഈ പൊട്ടൻഷ്യോമീറ്ററിന് 3 വയറുണ്ട്. അതിന്റെ ഫസ്റ്റ് വയർ നമ്മൾ 5 വോൾട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അടുത്ത വയർ, അതിന്റെ 3rd വയർ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നു. മിഡിൽ വയർ നമ്മുടെ അർഡിനോയുടെ ഒരു അനലോഗ് പിന്നിലും കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം പ്രകാരം നമ്മൾ സർക്യൂട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് BLDC മോട്ടറിനെ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ അർഡിനോയിൽ ഞാൻ കമന്റ് ബോക്സിൽ ഒരു കോഡ് ഇട്ടിട്ടുണ്ട്. ആ കോഡും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോപ്പർലി നമുക്ക് കൺട്രോളിങ് കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ ബിൽഡ് ചെയ്ത സെറ്റപ്പ് ഇങ്ങനെയാണ്. നമ്മുടെ BLDC മോട്ടർ നമ്മളൊരു കേസിങ്ങിനുള്ളിൽ അർഡിനോയും ആ മോട്ടോർ കൺട്രോളറും എല്ലാം ഈ കേസിന്റെ ഉള്ളിൽ വെച്ചു. ദെൻ ഈ 2 പ്രൊവിഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പൊട്ടൻഷ്യോമീറ്റർ. അതുപോലെ തന്നെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ടോഗിൾ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ സ്പീഡ് വേരി ചെയ്യുന്നത്, നമ്മുടെ മോട്ടറിന്റെ സ്പീഡ് വേരി ചെയ്യണം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഞാൻ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മാക്സിമം സ്പീഡിലേക്ക് എത്തിയിരിക്കുന്നു. വീണ്ടും സ്പീഡ് കുറയ്ക്കുന്നു. സ്പീഡ് കുറയ്ക്കുന്നു. ഇനി നമുക്ക് അതിന്റെ ഡയറക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. ഞാൻ ഈ ടോഗിൾ സ്വിച്ച് വേരി ചെയ്യാൻ പോവുകയാണ്. കാണാൻ സാധിക്കും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കാണാൻ പറ്റും. വീണ്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു. നമ്മളതിനെ ഓഫ് ചെയ്യുന്നു. ചെറിയ സ്പീഡ് കൂട്ടുന്നു.